നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനെ കണ്ടെത്തുവാനുള്ള ദൗത്യം പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഇനിയും കണ്ടെത്താനായില്ല. അറസ്റ്റിലായ മുഴുവൻ പ്രതികൾക്കും ജാമ്യം. ട്രാവൽസിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായത്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കുറെ പേരെ വഞ്ചിച്ചുവെന്നത് കുപ്രചരണമെന്ന് കുമ്പളയിലെ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപന ഉടമകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും കാസർകോട്ട് നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിച്ചു. ശക്തി പ്രകടനവും നടന്നു. നബിദിന റാലിയെ മധുരം നൽകി സ്വീകരിച്ച് ക്ഷേത്ര കമ്മിറ്റി. മൊഗ്രാൽ കൊപ്പളത്ത് മതമൈത്രിയുടെ മനോഹര കാഴ്ച. വാർത്തകൾ വിശദമായി. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നു. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. വ്യാഴാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്തുവാൻ ഗംഗാവലി പുഴയിൽ നടത്തുന്ന തെരച്ചിലിനായി ഡ്രഡ്ജറുമായുള്ള ടഗ് ബോട്ട് ഗോവയിൽ നിന്നും പുറപ്പെട്ടു. രാവിലെ 7 മണിയോടെയാണ് ഡ്രഡ്ജറുള്ള ടഗ് ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടത്. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക. വൈകിട്ടോടെ കാർവാർ തുറമുഖത്ത് ടഗ് ബോട്ട് എത്തും. ബുധനാഴ്ച കാർവാറിൽ സ്ഥിതി വിലയിരുത്തുവാൻ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം യോഗം ചേരും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SPM നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ കാർവാറിൽ നിന്നും ഡ്രഡ്ജറുമായുള്ള ടഗ് ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടും. പുഴയിൽ വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ കൊണ്ടുപോകുവാനാണ് നിലവിലെ തീരുമാനം. കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമാണെങ്കിൽ വ്യാഴാഴ്ച തന്നെ ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ച് തെരച്ചിൽ തുടങ്ങാനായേക്കും. നേരത്തെ തിങ്കളാഴ്ച ഡ്രഡ്ജറുമായുള്ള ടഗ് ബോട്ട് പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും ഇന്ന് രാവിലെയാണ് പുറപ്പെട്ടത്. നാവികസേനയുടെയും ഈശ്വർ മൽപെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ ബുധനാഴ്ചത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. കാർവാർ തുറമുഖത്ത് നിന്നും ഷിരൂർ എത്തുവാൻ ഏതാണ്ട് 10 മണിക്കൂർ സമയമെടുക്കും. വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളും കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിനടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റുവാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വ്യാഴാഴ്ച തെരച്ചിൽ തുടങ്ങുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടുത്തയാഴ്ച നിലവിൽ ഉത്തരകന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുകൂലമാണ്. ന്യൂസ് ഡെസ്ക് KCN. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ തട്ടിയെടുത്ത കോടികൾ ഇനിയും കണ്ടെത്താനായില്ല. 5 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇതിനിടെ കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ മുഴുവൻ പ്രതികളും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടും ഇവർ തട്ടിയെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. ഇടയ്ക്കിടെ അന്വേഷണ സംഘം മാറിയതും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൊക്കെ ഏറെ നൂലാമലകളുള്ള കേസിനെ പുറകോട്ടടിപ്പിച്ചതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് കേസിലെ 1-ാം പ്രതിയായ CPM ലോക്കൽ കമ്മിറ്റി മുൻ അംഗവും സംഘം സെക്രട്ടറിയുമായ K രതീഷിന് ജാമ്യം ലഭിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സ്വർണമില്ലാതെ സ്വർണ്ണപ്പണയ വായ്പ അനുവദിച്ചതായി രേഖകളുണ്ടാക്കിയും കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾ സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയും പണയ സ്വർണം കവർന്നും 4.76 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദ അന്വേഷണത്തിലാണ് 3 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. നഷ്ടപ്പെട്ട 4.76 കോടി രൂപയിൽ 2 കോടിയോളം രൂപ 2-ാം പ്രതി ജബ്ബാർ മഞ്ചക്കണ്ടിക്ക് നൽകിയതായാണ് രതീശന്റെ മൊഴി. വിദേശത്ത് നിന്ന് 638 കോടി രൂപ തന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നും അത് റിലീസ് ചെയ്യാൻ പണം വേണമെന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി തുക നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ജബ്ബാർ പണം വാങ്ങിയത്. ജബ്ബാർ ഈ തുക കേസിലെ 6-ാം പ്രതി കോഴിക്കോട് അരക്കിണർ സ്വദേശി C നബീലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നബീലിനെ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് ഇതിൽ അന്വേഷണമുണ്ടായില്ല. ഹവാല
പല ഇടപാടുകളടക്കം തുടക്കത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഇതിലും അന്വേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ. 42 ലക്ഷം രൂപ മറ്റൊരു പ്രതി അഹമ്മദ് ബഷീറിനാണ് നൽകിയത്. സ്വർണം പണയം വെച്ചെടുത്ത 1.25 കോടി രൂപയും ബഷീറിനാണ് രതീശൻ നൽകിയത്. ഇത് ഒളിവിൽ കഴിയവേ മൈസൂരിൽ വെച്ച് രാഘവേന്ദ്ര എന്നയാൾക്ക് നൽകിയതായാണ് ഇവരുടെ മൊഴി. അവിടെയും പിന്നീട് അന്വേഷണമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കർണാടകയിലെ കുറെ പേരെ വഞ്ചിച്ചു എന്നത് കുപ്രചരണമെന്ന് കുമ്പളയിലെ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപന ഉടമകൾ. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആരെയും ബന്ധപ്പെട്ടിട്ടില്ല, തങ്ങളുടെ ട്രാവൽസിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായതെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ട്രാവൽസ് സ്ഥാപന ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആകെ അറൈവൽ കാർഡ് മാത്രമാണ് ഇവിടുന്ന് വേണ്ടത്, വിസ കൊടുക്കേണ്ട. കാരണം നമുക്ക് വിസൻ്റെയോ കാര്യങ്ങളോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവർ റിയാസുമായിട്ടാണ് ബന്ധം. ഇവർ മലേഷ്യയിൽ പോയി എന്ന് പറയുന്ന ആൾക്കാരും റിയാസുമായിട്ടാണ് ബന്ധം. റിയാസ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ടിക്കറ്റിന് മാത്രമായിട്ടാണ് റിയാസ് വരുന്നുള്ളത്. റിയാസ് വന്നിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് ഇത്ര ആൾക്കാർക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ്, അതായത് 12 പേർക്കാണ് ഞങ്ങൾ ടിക്കറ്റ്, അതേപോലെ ഹോട്ടൽ ബുക്കിംഗ്, അവിടുത്തെ മലേഷ്യൻ റിങ്കിറ്റ്, പിന്നെ അറൈവൽ കാർഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ബാക്കി അവർ റിയാസ് എന്ത് പറഞ്ഞിട്ടുണ്ടോ, കാരണം ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഇവരെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ജോലി സാലറിയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഇവർ 1.35 വാങ്ങിപ്പോൾ ഈ ബന്ദിയോട് എന്ന് പറയുന്ന അവിടുത്തെ 2 പേരെന്ന് 1,40,000 വാങ്ങിച്ചിട്ട് ചെന്നൈ ഓഫീസിൽ ഇതേപോലെ ഞങ്ങളെ ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത പോലെ തന്നെ ചെന്നൈയിൽ ഒരു ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് അവരയച്ചത്. അപ്പോൾ അവിടെ ഫാക്ടറിയിലോ വെയർഹൗസിലോ മറ്റെന്തോ ജോബ് ഓഫർ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് എന്താണ്, ടിക്കറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി റിങ്കറ്റ് അതിന് ഞങ്ങൾ കാശ് വാങ്ങിയതിൻ്റെ 12 പേരിൽ നിന്നായിട്ട് 483 എൻ്റെ അക്കൗണ്ടിലേക്ക് റിയാസ് എന്നാൾ അയച്ചു തരിച്ചത്. റിയാസ് എൻ്റെ സ്കാനർ യൂസ് ആക്കിയിട്ട് തന്നെയാണ് അവരെ കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടിച്ചിട്ടുള്ളത്. അതിനുള്ള സേവനം കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്സും കൂടാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൊപ്പറേറ്റർ റഹീം കെ അബ്ദുല്ല കുഞ്ഞി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും കാസർകോട്ട് സംഘടിപ്പിച്ചു. ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും കാസർഗോട്ട് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിലും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ അവരവരുടേതായ സംഭാവനകൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഹോട്ടൽ ഉടമകൾ, അതുപോലെ തന്നെ ഹോട്ടലിൽ പണിയെടുക്കുന്ന ജീവനക്കാർ, അവരുടെ കുടുംബം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സംഘർഷത്തിന് ഇടയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് തീർച്ചയായും സന്തോഷകരമാണ്. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, KHRA സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുതിർന്ന ഹോട്ടൽ ഉടമസ്ഥരെ ആദരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമസ്ഥരുടെ മക്കളെയും അനുമോദിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ, പ്രസ് ഫോറം പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, രക്ഷാധികാരി അബ്ദുള്ള താജ്, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, പ്രകാശൻ പരിപ്പുവട, സത്യനാഥൻ, അജേഷ്, റഫീഖ് ബൈക്കാൻ, പുരുഷോത്തമൻ, രാജൻ കളക്കര തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിച്ചു. BMS ജില്ലാ പ്രവർത്തക സമിതി അംഗം NK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരന്തക്കാട് നിന്നാരംഭിച്ച ശക്തി പ്രകടനം മീപ്പുഗിരിയിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. ഭാരതീയ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ശക്തി പ്രകടനം നടത്തി. കറന്തക്കാട്ടിൽ നിന്നും ആരംഭിച്ച ശക്തി പ്രകടനം വട്ടമ്പാറ, സ്കൂർലു, ചൂരി വഴി മീപ്പുഗിരിയിൽ സമാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ ഭാരതീയ മസ്ദൂർ സംഘ്
ഡിസംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനം തുടർന്ന് പൊതുസമ്മേളനം നടന്നു. BMS ജില്ലാ പ്രവർത്തക സമിതി അംഗവും അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ജില്ലാ പ്രസിഡന്റുമായ MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരത്തിന് പോകാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഒക്ടോബർ 1 വലിയൊരു പ്രക്ഷോഭം ഭാരതീയ മസ്ദൂർ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. PF പെൻഷന്റെ കാര്യത്തിൽ ആ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ ആ പെൻഷൻ തുക കാലോചിതമാണ്. അത് പരിഷ്കരിക്കേണ്ടതാണ്. വെറും 1000 ഉറുപ്പിക മാത്രമാണ് ഈ PF പെൻഷൻ പദ്ധതിയിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത്. അത് മിനിമം 5000 ഉറുപ്പിക ആയെങ്കിലും വർദ്ധിപ്പിക്കണം. കാരണം കാലോചിതമായ പരിഷ്കരണം ആവശ്യമാണ്. അപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് BMS വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. അതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടിയുടെ ആശയം നോക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം. അങ്ങനെയാണ് കഴിഞ്ഞ 70 വർഷക്കാലം BMS ഈ രാജ്യത്ത് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഭാരതീയ മസ്ദൂർ സംഘം തയ്യാറല്ല. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗുരുദാസ് ചേനക്കോട് അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ, BMS ജില്ലാ അധ്യക്ഷൻ ഉപേന്ദ്ര കോട്ടക്കണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ദേളി എന്നിവർ സംസാരിച്ചു. BMS കാസർഗോഡ് മേഖലാ സെക്രട്ടറി റിജേഷ്, മധൂർ മേഖലാ സെക്രട്ടറി ശ്രീധരൻ ചേനക്കോട്, പ്രസിഡന്റ് മനീഷ് എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ബാലകൃഷ്ണ നെല്ലിക്കുന്ന് സ്വാഗതവും ഉദുമ മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ പൊയ്നാച്ചി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈത്തിലെ കാസർഗോട്ടുകാർ സാൽമിയ ഹാളിൽ സംഘടിപ്പിച്ച കാസർഗോട്ടോണം സീസൺ 4 വിവിധ പരിപാടികളാൽ വർണ്ണാഭമായി. കുവൈത്തിലെ കാസർഗോട്ടുകാരായ പ്രവാസികൾക്ക് സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കാനുള്ള വേദിയായി പരിപാടി മാറി. കുവൈത്തിലെ കാസർഗോട്ടുകാർ സാൽമിയ ഹാളിൽ സംഘടിപ്പിച്ച കാസർഗോട്ടോണം സീസൺ 4 സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുവാനുള്ള വേദിയായി മാറി. കുവൈത്തിലെ അറിയപ്പെടുന്ന സംഘടനാ നേതാവ് ഇബ്രാഹിം കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുവാനും നാടിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാനും ഇത്തരം കൂടിച്ചേരലുകൾ ഉപകാരപ്പെടുമെന്ന് ഇബ്രാഹിം കുന്നിൽ പറഞ്ഞു. നാട്ടുകാരായ സുഹൃത്തുക്കൾക്ക് ഒത്തുകൂടുവാനുള്ള ഇത്തരം വേദികൾ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കി മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു ഓണാഘോഷത്തിന് തുടക്കമായത്. ശ്രീനിവാസൻ്റെ പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു ഓണാഘോഷത്തിന് തുടക്കമായത്. ചടങ്ങിൽ സത്താർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു. മുനവർ മുഹമ്മദ്, സലാം കളനാട്, CH കുഞ്ഞി, അഷ്റഫ് ആയൂർ, ഫാറൂഖ് ഷർക്കി, കബീർ മഞ്ഞമ്പാറ, മുനീർ കുണിയ, ജലീൽ ആരിക്കാടി എന്നിവർ സംസാരിച്ചു. സുരേഷ് കൊളവയൽ സ്വാഗതവും രാജേഷ് പരപ്പ നന്ദിയും പറഞ്ഞു. തുടർന്ന് നിരവധി കലാപരിപാടികൾ അരങ്ങേറി. റാഫി കല്ലായിയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും നടന്നു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരക്കളി, കൈകൊട്ടിക്കളി, മാച്ചിങ് ദി കപ്പിൾസ് തുടങ്ങിയ മത്സരങ്ങൾ ആവേശകരമായി. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ തരത്തിലുള്ള പായസ പ്രദർശനവും നടന്നു. നിസാം, ഹസൻ ബല്ല, ഗഫൂർ ഏരിയാൽ, സിദ്ദിഖ് ഷർക്കി, കബീർ തളങ്കര, ജോസഫ് കൊട്ടോടി, റഫീഖ് ഒളവറ, ഇക്ബാൽ പെരുമ്പട്ട, കരീം കാഞ്ഞങ്ങാട്, അബ്ദു കടവത്ത്, സൈദ ആബിദ, ശില്പ സുരേഷ്, റസീന നിസാം, ആശ ശ്രീനിവാസൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നബിദിന റാലിയെ മധുരം നൽകി സ്വീകരിച്ച് ക്ഷേത്ര കമ്മിറ്റി. മൊഗ്രാൽ കൊപ്പളം സാക്ഷ്യം വഹിച്ചത് മതമൈത്രിയുടെ മനോഹര ദൃശ്യങ്ങൾക്ക്. കൊപ്പളം സിറാജുൽ ഉലൂം മദ്രസയുടെ നബിദിന റാലിയെ കൊപ്പളം ഗാന്ധിനഗർ കോർദബു ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിക്കുകയായിരുന്നു. നബിദിനത്തിൽ മൊഗ്രാൽ കൊപ്പളം ഗ്രാമം സാക്ഷ്യം വഹിച്ചത് മതമൈത്രിയുടെ മനോഹര ദൃശ്യങ്ങൾക്ക്. കൊപ്പളം സിറാജുൽ ഉലൂം മദ്രസയുടെ നബിദിന റാലിയെ കൊപ്പളം ഗാന്ധിനഗർ കോർദബു ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചതാണ് മതസാഹോദര്യത്തിൻ്റെ മനോഹര കാഴ്ചയായത്. ക്ഷേത്ര കമ്മിറ്റിയോടൊപ്പം ഗാന്ധിനഗർ നിവാസികളും നബിദിന റാലിയെ സ്വീകരിക്കുവാനെത്തി. ഗാന്ധിനഗർ കോർദബു ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ സീനൻ, ചിതൻ, ശൈലേഷ്, രമേശ്, ദിനേശ്, സുരേഷ്, മഹേഷ്, പ്രഭാകർ, സമ്പത്ത്, ദീപക്, ലക്ഷ്മൺ, കാന്തു, മംഗൾ, പ്രമോദ്, ഉദയകുമാർ, MP ഗംഗാധർ എന്നിവരും യൂത്ത് വിംഗ് കമ്മിറ്റി അംഗങ്ങളായ തസ്നീം, സമദ്, മുഹമ്മദ് അയാസ്, മുഹാസ് അസറുദ്ദീൻ, സൈഫൽ, സിദ്ദിഖ്, മൻസൂർ, മഹ്ഷൂഖ്, അബ്ദുൽ റഹ്മാൻ സുജാഹി, ഹനീഫ്, ബാസിത്ത്, ഹനീഫ ടംബോ, ഉവൈസ്, ജുനൈദ്, മുഹമ്മദ് യസ, ഹംസ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരം ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കളവും തിരുവാതിരയും ഓണസദ്യയുമെല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടി. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം മഞ്ചേശ്വരം ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറിയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. മഞ്ചേശ്വരം ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ഡി കമലാക്ഷ ദീപം തെളിയിച്ചു. ഓണത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. കുളൂർ വാർഡംഗം ജനാർദ്ദന പൂജാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രപ്രസാദ്, അംഗം മഹാബല ഷെട്ടി, വനിതാവേദി സെക്രട്ടറി അശ്വിനി അടക്കമുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പൂക്കളവും തിരുവാതിരയും ഓണസദ്യയുമെല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടി. കുട്ടികളും സ്ത്രീകളുമെല്ലാം ആവേശപൂർവ്വം പൂക്കളമൊരുക്കുകയും തിരുവാതിര അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് അശ്വിനി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയായിരുന്നു ഒരുക്കിയത്. രവിപ്രസാദ് കരിപ്പാർ, പ്രവീൺ കരിപ്പാർ, ലൈബ്രറി ചെയർമാൻ മജീദ് സാഹിബ്, വാസന്തി ശലാടെപ്പടുപ്പ്, പ്രേമാജി ഷെട്ടി, സുചിത്ര ആൾവ, ദിവ്യശ്രീ, ശരണ്യ, അനുപമ, നിഷിത, ദീപ്തി, നയന, പുഷ്പ, കല്യാണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അബ്ദുൽറഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് സ്റ്റാഫ് കൗൺസിൽ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മിഠായി പെറുക്കൽ തുടങ്ങി ബലൂണൂതി പൊട്ടിക്കൽ വരെയുള്ള കായിക മത്സരങ്ങളും സിനിമാ ഗാനാലാപനവും നടന്നു. ഓണാഘോഷം ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നല്ല അരി, നല്ല ഭക്ഷണം ഉള്ളാറുണ്ട്. ആ ഭക്ഷണമല്ല ഇന്ന് പല രാജ്യത്തുനിന്നും പല സംസ്ഥാനത്തു നിന്നും വിഷമുള്ള അരിയാണ് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്നത്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് നമുക്കറിയാം, മഴ വരുന്നതിന് മുമ്പേ കണ്ട് കൊയ്ത് വിത്തിറക്കി അത് കൊയ്ത് അത് അരി ഉണ്ടാക്കി അതാണ് നമ്മുടെ ഓണത്തിന് ഓണം ഉണ്ടാകുന്നത്. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ശശി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK യൂസഫ് മത്സര വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഡയറക്ടർമാരായ ടി അജിത, TV ആനന്ദകൃഷ്ണൻ, P സുബ്രഹ്മണ്യൻ, VP അബ്ദുൽ അസീസ്, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C സേതുമാധവൻ, KP ജയദേവൻ, PV സജിത, PP ആശ, PE ബിജുമോൻ, ശ്രീജ രാഘവൻ എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റെ പ്രധാന ശാഖയിലും ബ്രാഞ്ചുകളിലും ജീവനക്കാർ പൂക്കളവും ഒരുക്കി. ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളോടെ പരിപാടി അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദുബായ് KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മദീന അനുരാഗം പരിപാടി നവ്യാനുഭവമായി. ദുബായ് KMCC ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു. നബിദിനത്തോടനുബന്ധിച്ച് ദുബായ് KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മദീന അനുരാഗം പരിപാടി നവ്യാനുഭവമായി. ദുബായ് KMCC ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു. ജബ്ബാർ ബൈദല അധ്യക്ഷത വഹിച്ചു. മൗലൂദ് സദസ്സിന് യാക്കൂബ് മൗലവി, സിദ്ദീഖ് ഫൈസി ഇർഫാനി എന്നിവർ നേതൃത്വം നൽകി. പാടിയും പറഞ്ഞും മദീനയിലേക്ക് എന്ന പരിപാടിയിൽ ജാഫർ മാസ്റ്റർ മുഗു വിഷയാവതരണം നടത്തി. ദുബായ് KMCC ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. ദുബായ് KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച മീലാദ് സംഗമത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുനെ കണ്ടെത്തുവാനുള്ള ദൗത്യം പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഇനിയും കണ്ടെത്താനായില്ല. അറസ്റ്റിലായ മുഴുവൻ പ്രതികൾക്കും ജാമ്യം. ട്രാവൽസിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായത്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം നൽകി കുറെ പേരെ വഞ്ചിച്ചുവെന്നത് കുപ്രചരണമെന്ന് കുമ്പളയിലെ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപന ഉടമകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും കാസർകോട്ട് നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിച്ചു. ശക്തി പ്രകടനവും നടന്നു. നബിദിന റാലിയെ മധുരം നൽകി സ്വീകരിച്ച് ക്ഷേത്ര കമ്മിറ്റി. മൊഗ്രാൽ കൊപ്പളത്ത് മതമൈത്രിയുടെ മനോഹര കാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.